പ്രിയമുള്ളവർ, ഇന്ന് സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. കഫം ശബ്ദമടഞ്ഞുപോയി. ആശുപത്രി ആയിട്ട് കഴിയുകയായിരുന്നു ഈ ആഴ്ച. എങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ 100-ാം പ്രഭാഷണം നടത്തുന്നതിന് സാധിക്കുന്നു. ഈശ്വരേച്ഛ അനുസരിച്ച് ആണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മളൊന്നും വിചാരിച്ച് നടക്കുന്നതല്ല. എന്തായാലും ഈ കഴിഞ്ഞ 100 പ്രഭാഷണങ്ങളിലൂടെ എന്താണ് നിങ്ങൾ ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. നിങ്ങളെല്ലാവരും ഞാൻ ഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ, നായർ, ഈഴവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പുരുഷൻ, സ്ത്രീ, ഈ തരത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. എന്നാൽ ആ സത്യമെന്ന് പറയുന്നത് സത്യമേ അല്ല. ആ സത്യമെന്ന് പറയുന്നത് അസത്യമാണ്. അതാണ് അദ്വൈതാനുഭൂതിയിലെ ഈ മന്ത്രങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനത്തെ 66-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് താമ്രകൽപ്പിത ദേവാദി താമ്രാദന്യ ഇവ സ്ഫുരേത്. ചെമ്പിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന, ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദേവരൂപങ്ങൾ ഉള്ളതേ അല്ല. അതിൽ ഉള്ളതായിട്ടുള്ളത് ചെമ്പ് മാത്രം. സ്വർണത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ സ്വർണം മാത്രം. അതുപോലെ ഏതൊന്നിലാണോ നിങ്ങളിൽ കാണപ്പെടുന്ന ഈ നാമരൂപാദികൾ, ഞാൻ ഭാവത്തിലുള്ള നാമരൂപാദികൾ, ഏതൊന്നാണോ ഉള്ളതായിട്ട് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉള്ളതേ അല്ല. പിന്നെന്താ ഉള്ളതായിട്ടുള്ളത്? ചെമ്പിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന ആ ചെമ്പ് വിഗ്രഹത്തിൽ, അല്ലെങ്കിൽ സ്വർണത്തിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന സ്വർണ്ണ വിഗ്രഹത്തിൽ ഉള്ള ആ കൃഷ്ണൻ്റെ രൂപമായാലും ശരി, ശിവൻ്റെ രൂപമായാലും ശരി, ആ രൂപം ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് ആ ലോഹം മാത്രം. ലോഹൈവ സത്യം, ലോഹം മാത്രം സത്യം. അതുപോലെ ഏതൊരു ബ്രഹ്മത്തിലാണോ നമ്മിലെ നാമരൂപാദികൾ ഉള്ളതുപോലെ കാണപ്പെടുന്ന ആ ബ്രഹ്മം എന്ന് പറയുന്നതാണ് നിങ്ങളിലെ താൻ. ഞാനും താനും രണ്ടും നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഞാനല്ല സത്യമായിട്ടുള്ളത്, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ. അതെവിടെ ഇരിക്കുന്നു? ഉള്ളിൽ. ഈശ്വരാന്വേഷണം എന്ന് പറയുന്നത് ഉള്ളിലോട്ട് തിരിയലാണ്. തന്നിൽ താനായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധവാനായി, അത് വാഗ്രൂപത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഈ 100 പ്രഭാഷണങ്ങളിലൂടെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആ വാഗ്രൂപമാണ്. എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപാദിയായ ഞാനല്ല. വസുമതിയോ ഗോപാലനോ ഔസേപ്പോ ബഷീറോ അല്ല. നായരോ ഈഴവനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. അതൊക്കെ അസത്യം. ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമവും രൂപവും മാത്രം. പിന്നെന്താ ഉള്ളതായിട്ടുള്ളത്? ഏതൊന്നിലാണോ ഈ നാമരൂപാദികൾ ഉള്ളതുപോലെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്നിലെ ആത്മസത്യത്തിൽ, എന്നിലെ ആന്തരിക സത്യത്തിൽ, എന്നിലെ ഈശ്വരീയതയിൽ, ഈശ്വരൻ മാത്രം സത്യം. ഞാനെന്ന് പറയുന്നത് ആ ഈശ്വര സ്വരൂപം തന്നെയാണ്. ആരാണ്? എന്നിലെ താൻ.
ഒരു ചെറിയ സൂഫി കഥ ഓർമ്മ വരുന്നു. സൂഫി കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് സഫിയ. ഒരു വൃദ്ധയാണ്. അവർ തൻ്റെ വീടിന് മുൻപിലെ തെരുവിൽ സന്ധ്യാസമയത്ത് ഇങ്ങനെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചകഞ്ഞുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് റോഡിൽ, മണ്ണിൽ. അപ്പോൾ ചില ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരെന്തോ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലരൊക്കെ അടുത്തു വന്ന് ചോദിച്ചു, അമ്മൂമ്മ എന്താണ് ചെയ്യുന്നത്, എന്തന്വേഷിക്കുകയാണ് ചെയ്യുന്നത്? അത് അമ്മൂമ്മ അവരോട് പറഞ്ഞു, മക്കളെ സൂചി കളഞ്ഞുപോയി, അത് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആളുകളും ആ മണ്ണ് നീക്കി സൂചി അന്വേഷിക്കാൻ തുടങ്ങി. ആ തെരുവിൽ ആളുകൾ, കുറച്ച് കൂടുതൽ ആളുകൾ വന്ന് അവരെല്ലാവരും മണ്ണ് മാറ്റി സൂചി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അമ്മയ്ക്ക് കളഞ്ഞുപോയ സൂചി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഈ തെരുവെന്ന് പറയുന്നത് വളരെ വീതിയുള്ളതാണ്. ഈ സൂചി ഈ വലിയ തെരുവിൽ എവിടെ അന്വേഷിച്ചാലാണ് കാണാനുള്ളത്, കണ്ടുകിട്ടുക? എവിടെയാണ് ആ സൂചി വീണത് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. ഉടനെ അമ്മൂമ്മ പറഞ്ഞു, ആളങ്ങ് വിട്ട് കളഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ നേരെ അകത്ത് കയറിപ്പോയി. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, സൂചി കളഞ്ഞത് ഇവിടെയല്ല, ഉള്ളിലാണ്, വീട്ടിൻ്റെ ഉള്ളിലാണ് സൂചി കളഞ്ഞത്. അപ്പോഴവരെല്ലാവരും അമ്മൂമ്മയെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു, വീട്ടിൽ സൂചി കളഞ്ഞത് റോഡിലാണോ അന്വേഷിക്കേണ്ടത്, വെളിയിലാണോ അന്വേഷിക്കേണ്ടത്? അപ്പോൾ അമ്മൂമ്മ തിരിഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ ലോകരുടെ രീതിയിൽ അന്വേഷിക്കുകയാണ്. നിങ്ങളുമെല്ലാം അന്വേഷിക്കുകയല്ലേ, ഈശ്വരനെ അന്വേഷിക്കുകയല്ലേ? നിങ്ങൾ ഈശ്വരനെ എവിടെയാണ് അന്വേഷിക്കുന്നത്? വെളിയിലല്ലേ അന്വേഷിക്കുന്നത്? അതുപോലെ ഉള്ളിൽ സൂചി കളഞ്ഞുവെങ്കിലും നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഞാനും വെളിയിലാണ് അന്വേഷിക്കുന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് അന്വേഷിക്കേണ്ടത് വെളിയിലല്ല, ഉള്ളിലാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? നിങ്ങൾക്ക് കാശി പോയി ഈശ്വരനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, കൈലാസത്തിൽ പോയി ഈശ്വരനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഒരു സ്ഥലത്ത് പോയി ഈശ്വരനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിന്ന നിൽപ്പിൽ ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കും, നിങ്ങളുടെ ദൃഷ്ടി ഉള്ളിലേക്ക് തിരിച്ചാൽ മാത്രം മതി. തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന വസ്തു, തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ദൃഷ്ടിയെ മാറ്റി തൻ്റെ ഉള്ളിൽ ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു സത്യമാണോ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് ആ സത്യത്തെക്കുറിച്ച് ബോധവാനായി അതാണ് താനെന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം, ഐ ആം ദാറ്റ്. അതിനെയാണ് ഉണരൽ എന്ന് പറയുന്നത്. ഈ ഉണരൽ എന്ന് പറയുന്നത് എന്താണ്? ഏതൊന്നിനെയാണോ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, ഏതൊന്നിനെയാണോ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ളതല്ല, അത് എന്നിൽ തന്നെ ഞാനായിരിക്കുന്ന വസ്തുവാണ്. എന്നിലെത്താൻ ആ ഞാനെന്ന് പറയുന്നത് പ്രതിബിംബം, അത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതല്ല, തന്നിലുള്ളതായിട്ടുള്ള വസ്തുവാണ്, അത് കിട്ടേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്, ആത്മബോധത്തിൽ അത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതേ അല്ല, അത് സത്യമായിട്ടും കിട്ടപ്പെട്ടിരിക്കുന്ന വസ്തുവാണ്. ആത്മാതു സതതം പ്രാപ്തഃ അപി അപ്രാപ്തവത്. കണ്ടെത്താത്തതുപോലെ നിങ്ങൾ എനിക്കിതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലിരിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ കരുതിക്കോളൂ, അത് ആ ചിന്ത തെറ്റാണ്. നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളതേ അല്ല, നിങ്ങൾ അതാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യം,
നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ആ അവസ്ഥകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു സത്യമാണോ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, ആ സത്യം, ആ പരമസത്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, സദാ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ആ സമയമാണ് വെടി തീരുന്നത്, അല്ലേ? ഇന്നലത്തെ 2 മരണങ്ങൾ നിങ്ങൾക്കറിയാം. ഒന്ന് MK സാനു, അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയാണ് മരണമടഞ്ഞത്. അതേസമയത്ത് മറ്റൊരാൾ കലാഭവൻ നവാസ് 51, പകുതി മാത്രമേ ആയുള്ളൂ. മിമിക്രിയും ആക്ടിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കലാകാരൻ. അദ്ദേഹവും ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതും തീർന്നു. അന്നും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഏതു നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാമിയുടെ അവസ്ഥയും അതായിരിക്കാം. ചിലപ്പോൾ നാളെ നിങ്ങൾ നോക്കും മുറി സ്വാമി, ഓ രാത്രിയിലെ ഹൃദയസ്തംഭനം, ഇന്നലെ പ്രഭാഷണം ഉണ്ടായിരുന്നു. പക്ഷെ മുറിയിലെത്തി രാത്രിയായപ്പം ഹൃദയം സ്തംഭിച്ചു പോയി. എന്താ? നമ്മുടെ വിധി ആ രാത്രിയിൽ തീരേണ്ടതായിട്ടുള്ളതാണെങ്കിൽ മാത്രം. അതുപോലെയാണ് നിങ്ങളുടെയും നമ്മുടെയും എല്ലാവരുടെയും അവസ്ഥ. ഏതവസരത്തിലും ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. അതിനു മുൻപ് നിങ്ങളുടെ അവസ്ഥ ഭദ്രമാക്കിയിട്ടുണ്ടോ? എങ്ങനെയാ ഭദ്രമാക്കേണ്ടത്? അതാണ് അറിയേണ്ടത്. എങ്ങനെയാ ഭദ്രമാക്കേണ്ടത്? വളരെ നിസ്സാരം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, കുടുംബം കളയേണ്ട, ഒളിച്ചോടേണ്ട, കാട്ടിക്കയറേണ്ട. ബുദ്ധൻ ഓടിയതുപോലെ മകൻ ജനിച്ച, രാഹുൽ ജനിച്ച ആ ദിവസം ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. ഓടേണ്ട കാര്യമുണ്ടോ? ഇല്ല. 12 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധൻ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, യശോദര ചോദിച്ചു, അങ്ങ് ഈ നേടിയ സാക്ഷാത്കാരം അങ്ങക്ക് ഈ കൊട്ടാരത്തിലിരുന്ന് നേടാൻ കഴിയുമായിരുന്നില്ലേ? ഉത്തരമില്ല. ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. അതുപോലെ ജൈനമത സ്ഥാപകനായ മഹാവീരനും ഓടിയ കൂട്ടത്തിൽപ്പെടുന്നയാളാണ്. അതുപോലെ നിങ്ങളുടെ ലൗകികം വിട്ട് ഓടേണ്ടതായിട്ടില്ല. ആ ലൗകികത്തിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ ലൗകികത്തിൽ ഇരുന്ന് ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഞാനിൽ ഉള്ളതായിട്ടുള്ള എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നിലെത്താൻ അതിനെ കാണാതെ കാണണം. അതുമാത്രം മതി. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത, എന്നിലെത്താൻ. പക്ഷേ നിങ്ങളെല്ലാവരും ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ജീവിച്ചോളൂ. പക്ഷേ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് തിരിച്ചറിയുക, ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലുള്ള ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ അവസ്ഥകൾക്കെല്ലാം സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് യഥാർത്ഥ ഞാൻ. അതാണ് എന്നിലെ താൻ. അതാണ് തന്നിലെ യഥാർത്ഥ സ്വരൂപം, തൻ്റെ സ്വരൂപം. അതാണ് ഈശ്വരൻ. എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? നമ്മൾ പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈ മന്ത്രം മാത്രം കാണാതെ പഠിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരനെ കിട്ടത്തില്ല. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിലെത്താൻ. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധവാനായി അതിനെ കാണാതെ കണ്ടുകൊണ്ടിരിക്കണം സദാസമയവും. ആ എന്താ അത്? ശിവം,
മംഗളസ്വരൂപം, ഈശ്വര സ്വരൂപം. നിങ്ങൾക്ക് സ്വയം ഭാവന ചെയ്യാം. ശിവ അഹം ശിവോഹം, ശിവോഹം ശിവോഹം. മംഗളസ്വരൂപമായതുകൊണ്ടാണ് അതിനെ ശിവം എന്ന് പറയുന്നത്. അത് ഹിന്ദുവിൻ്റെ ഉള്ളിലിരുന്നാലും ശരി, ക്രിസ്ത്യാനിയുടെ ഉള്ളിലിരുന്നാലും ശരി, മുസൽമാൻ്റെ ഉള്ളിലിരുന്നാലും ശരി, പട്ടിയുടെ ഉള്ളിലിരുന്നാലും ശരി, പൂച്ചയുടെ ഉള്ളിലിരുന്നാലും ശരി, പക്ഷിമൃഗാദികളുടെ ഉള്ളിൽ ഇരുന്നാലും ശരി, വൃക്ഷലതാദികളുടെ ഉള്ളിലിരുന്നാലും ശരി, അമേരിക്കക്കാരൻ്റെ ഉള്ളിലിരുന്നാലും ശരി, ആഫ്രിക്കക്കാരൻ്റെ ഉള്ളിലിരുന്നാലും ശരി, എല്ലാം ഏകം. അതാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢ. ഇവിടെ എവിടാ വ്യത്യാസം? ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, എവിടാ വ്യത്യാസം? ജാതി മത പരിഗണനകൾ എവിടെ? ആളുകളൊക്കെ പറയുന്നില്ലേ ഭയങ്കരമായിട്ടുള്ള ജാതി മത സ്പർദ്ധകളൊക്കെ ഉണ്ട്. എവിടെ? ആധ്യാത്മികതയിൽ ഇല്ലേ? ഇല്ല. എല്ലാം ഒന്ന്, ഏകം. നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി, ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, ഏത് രാജ്യക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, പണക്കാരനായാലും ശരി, ഹീനജാതിക്കാരനായാലും ശരി, ഉന്നത ജാതിയിൽപ്പെട്ടവനായാലും ശരി, അതൊക്കെ നിങ്ങളുടെ ഭാവനകൾ മാത്രം. സത്യം എന്താണ്? എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ പരമാത്മ സത്യം. അതിനെ ഏതൊരാളാണോ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധവാനായി, അതാണ് താൻ, കുറച്ച് ബഹുമാനം കൊടുത്ത് ഞാൻ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ്. പക്ഷേ ആ ഞാനെന്ന് പറയുമ്പോൾ അത് ലിമിറ്റഡായി, ഈ ശരീരത്തിൽ മാത്രം ഞാൻ. പക്ഷെ നിങ്ങൾ ആ ഞാനിനെ താനായിട്ട് ഭാവന ചെയ്യുന്ന അവസരത്തിൽ അത് അൺലിമിറ്റഡ് ആകുന്നു, നോട്ട് ലിമിറ്റഡ്. ഈ ശരീരത്തിൽ മാത്രമല്ല. എന്നിലെ താൻ, ആ പരമാത്മ സത്യം എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും ഇന്ത്യക്കാരനിൽ കൂടിയും പാകിസ്ഥാനിൽക്കാരനിൽ കൂടിയും ആഫ്രിക്കക്കാരനിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്ന ഏകമായ ചൈതന്യം, ഏകമായ ഈശ്വരൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യമാണ് എന്നിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് തന്നിലെ താൻ എന്ന് ബോധിച്ച്, ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ പരിമിത സ്വരൂപമായ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി ഈ ശരീരത്തിൽ തന്നെ തന്നിലെ താനായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, അവൻ മാത്രമാണ് ആധ്യാത്മികതയിലേക്ക് ഉയരുന്നത്. ആർക്കുമാകാം. ഇവിടെ യാതൊരു വർണ്ണവർഗ വ്യത്യാസവുമില്ല. ഏതൊരാളും പുരുഷല്ലേ, സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല എന്നൊക്കെ ബുദ്ധൻ പറഞ്ഞിരുന്നു. എന്തിനാണ് ബുദ്ധൻ അങ്ങനെ പറഞ്ഞത്? എന്താ ഇത് മനസ്സിലാക്കാനുള്ള ത്രാണി സ്ത്രീകൾക്കില്ലേ? പുരുഷന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ബുദ്ധൻ പറഞ്ഞാലും അത് തെറ്റു തന്നെയാണ്. പുരുഷൻ ഏത് പ്രകാരം അതിനെ പ്രാപിക്കാൻ സാധിക്കുമോ അതേപോലെ തന്നെ ഏതൊരു സ്ത്രീക്കും. അവിടെ കൊച്ചുകുട്ടിയായാൽ പോലും അല്ലേ, കൊച്ചുകുട്ടി ഇവിടെ 8 വയസ്സായ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം, ആരാണ് കുട്ടി? 8 വയസ്സായ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മരിച്ചു പോയത് അയാളിലെ ഞാനാണ്. ആ കുട്ടി പറഞ്ഞത്. ഒരു അമ്മുമ്മയോ ആരോ മരിച്ചു പോയപ്പോൾ 8 വയസ്സായ ഒരു കുട്ടിയായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ 8 വയസ്സായ കുട്ടി പറയുകയാണ്, മരിച്ചു പോയത് ആ ശരീരത്തിലെ ഞാനാണ്, ആ ശരീരത്തിലെ താൻ മരിച്ചിട്ടില്ല. നോക്കൂ ആ കുട്ടി എത്രമാത്രം ശ്രദ്ധാപൂർവം അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ നിങ്ങളും
നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് ബോധിച്ച് ആ നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ ഉണർത്തി നിർത്തിയിരിക്കണം. അതാണ് ഉണർവ്, ഉണരൽ. ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. പക്ഷെ നമുക്കിപ്പോൾ കേൾക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. കേൾക്കുക, ഉൾക്കൊള്ളുക, സ്വയം തിരിച്ചറിയുക. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. വസുമതിയോ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല ഞാൻ. നാമരൂപരഹിതമായ എന്നിലെ താൻ. എന്നിലെ ഞാനിന് നാമവും രൂപവുമുണ്ട്. എന്നിലെ ഞാൻ രത്നമ്മയാണ്, അല്ലെങ്കിൽ വസുമതിയാണ്, അല്ലെങ്കിൽ ഗോമതിയാണ്, അല്ലെങ്കിൽ ഔസേപ്പാണ്, അല്ലെങ്കിൽ ബഷീറാണ്. എന്നിലെ ഞാൻ, എന്നിലെ താൻ നാമരൂപരഹിതം. ഈ ശരീരത്തിലും അടുത്ത ശരീരത്തിലും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു. നശ്വരമായ ഈ ശരീരത്തിനകത്തുകൂടി കടന്നു പോകുന്ന, ഒരിക്കലും നശിക്കാത്ത ആ ആത്മചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ അറിവിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ആ സദാ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ശിവോഹം ശിവോഹം ശിവോഹം. ആചാര്യസ്വാമികളുടെ നിർവാണമഞ്ജരിയിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അഹം നാമരോ നൈവ മർത്യോ ന ദൈത്യോ ന ഗന്ധർവ യക്ഷ പിശാച പ്രഭേദ. ഞാൻ ദേവനുമല്ല, യക്ഷനുമല്ല, ഗന്ധർവനുമല്ല, ഒന്നുമല്ല, മനുഷ്യനുമല്ല. ഞാൻ പിന്നെ ആരാണ്? പുമാൻ നൈവ സ്ത്രീ തഥാ നൈവ ഷണ്ഡ പ്രകിഷ്ടക പ്രകാശ സ്വരൂപക ശിവോഹം. ആ പ്രകാശ സ്വരൂപമാകുന്ന ശിവം, എന്നിലെ താൻ, അതാണ് ശങ്കരാചാര്യസ്വാമികൾ നിർവാണമഞ്ജരിയിൽ ആദ്യത്തെ മന്ത്രമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഹം നാമരോ നൈവ മർത്യോ ന ദൈത്യോ ന ഗന്ധർവയക്ഷ പിശാച പ്രഭേദ പുമാൻ നൈവ സ്ത്രീ തഥാ നൈവ ഷണ്ഡ പ്രകൃഷ്ട പ്രകാശസ്വരൂപ ശിവോഹം ശിവോഹം ശിവോഹം. അതാണ് നമ്മളിവിടെ ചുരുക്കി പറഞ്ഞത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല. നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. ചുമ്മാ ചാപ്പിട്ട് കിടന്ന് ഉറങ്ങി കിടന്ന ഒരു ദിവസം വെടി തീരുന്നാൽ പോരാ, ഏത് നിമിഷവും വെടി തീരും. കലാഭവൻ നവാസ് 51 വയസ്സേ ആയുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെന്ന് മുറിയിൽ പോയി കിടന്നു, ഹാർട്ട് അറ്റാക്ക്, തീർന്നു. എത്രയോ ഹാർട്ട് അറ്റാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന സമയത്ത് ശരീരം വിട്ടുപോകുന്ന അവസരത്തിൽ ഈ ഭാവന നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അന്ധകാലേച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം. അവസാന കാലത്ത് ശരീരം വിട്ടുപോകുന്ന സമയത്ത്, ആ അവസാന കാലം എന്ന് പറയുന്നത് 50 വയസ്സാകാം. ഇല്ലേ? കലാഭവൻ നവാസിന് അവസാന കാലം എന്ന് പറയുന്നത് 51-ാമത്തെ വയസ്സ്. MK സാനുവിന് അവസാന കാലം എന്ന് പറയുന്നത് ഏതാണ്ട് 97 അവസാന കാലം. അപ്പോൾ അതാണ് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം. ഈ പോയ രണ്ടുപേരും അവസാന കാലത്ത് ഈ ഭാവത്തിലാണോ ശരീരം വെടിഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് അവരവർക്ക് മാത്രമേ പറയാൻ കഴിയൂ, നമുക്ക് പറയാൻ കഴിയില്ല. MK സാനുവിനെ കുറിച്ച് ചിന്തിച്ചാൽ അദ്ദേഹം നാരായണ ഗുരുദേവനെ കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട്
അദ്ദേഹം ചിലപ്പോൾ ഈ ഭാവത്തിൽ തന്നെ ആയിരിക്കാം ശരീരം പിടിച്ചിട്ടുള്ളത്. കാരണം നാരായണ ഗുരുദേവൻ ഈ ഭാവത്തിലാണ് ഉള്ളത്. നാരായണ ഗുരുദേവനെ ശരിക്കും പഠിച്ചിട്ടുള്ളയാളാണ്, പ്രൊഫസറാണ്, അനവധി കോളേജുകളിൽ പ്രവർത്തിച്ചിരുന്നയാളാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അതേസമയത്ത് കലാഭവൻ നാസർ അല്ലേ, നവാസ്, ആ ചിരിച്ച മുഖം ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ മിമിക്രിയൊക്കെ. പക്ഷെ എന്തു ചെയ്യാം, സമയമായി കഴിഞ്ഞാൽ ആരുടെയും അനുവാദം ചോദിക്കില്ല. അനുവാദം ചോദിക്കാതെ നമ്മിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകും. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരല്പം സമയമുണ്ടാകും. പോകുന്ന സമയത്ത് അവസാനമാകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും മരണം അടുത്തു കഴിഞ്ഞു. ആ സമയത്ത് ഈ ഭാവമുണ്ടോ? അതെങ്ങനെയാണ് സ്വാമി? അവസാന സമയത്ത് മരിക്കാൻ പോകുന്ന സമയത്ത് ഈ ഭാവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിനെ അന്വേഷിക്കാനാണോ സമയം? ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന സന്ദർഭമാണെന്നറിയാം, മരണമടുത്ത സമയം അറിയാം. പക്ഷെ ആ സമയത്ത് അതിനു വേണ്ടി ഉള്ള മുൻകരുതൽ, തയ്യാറെടുപ്പ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണോ നടത്തി അതിനു വേണ്ടി തന്നെ റെഡിയാക്കി നിർത്തുന്നത്, അയാൾക്ക് മാത്രമേ ആ മരണസമയത്ത് ഈ ഭാവം നിലനിർത്താൻ കഴിയൂ. അതാണ് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വ. മാം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ ഓർക്കാനല്ല ശ്രീകൃഷ്ണൻ പറയുന്നത്, അത് തെറ്റിദ്ധരിക്കരുത്. ഭഗവത്ഗീതയിൽ പറയുന്നതാണ് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വ കളേബരം എന്ന് പറയുന്നതിൽ ആ മാം എന്ന് പറയുന്നത്, എന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനെ ആണ് എന്ന് നിങ്ങൾ കരുതരുത്. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടത് എന്താണ്? എവിടെയെല്ലാം ഞാൻ മാം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ എന്നെ ആത്മചൈതന്യമായിട്ടാണ് കാണേണ്ടത്. ഭഗവത്ഗീതയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം. വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, ആർ എ പട്ടി, ആർ എ പൂച്ച, ഒരു വ്യത്യാസവുമില്ല. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യമാകുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വ. എന്നെ തന്നെ ആരാണോ വിചാരം ചെയ്തുകൊണ്ട് ഈ ശരീരം വെടിയുന്നത്, ആ എന്നെ തന്നെ വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ വിചാരം ചെയ്യേണ്ടത്? നിങ്ങളിലെ ഓരോരുത്തരിലെയും തന്നിലെ താനായിട്ടിരിക്കണം. ആ തന്നിലെ താനായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ വിചാരം ചെയ്യേണ്ടത്? ശിവം. ശിവോഹം ശിവോഹം ശിവം മംഗളസ്വരൂപം. എന്നിൽ കൂടിയും അവനിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും സകല ചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിൽ കൂടിയും കടന്നു പോകുന്നത്. ആ എന്നിൽ കൂടി കടന്നു പോകുന്ന ആ അൺലിമിറ്റഡ് ആയി എന്നിലെ താൻ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടും, ഇതാണ് തിരിച്ചറിവ്. മനുഷ്യന് മാത്രമേ ആ സാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. 84 ലക്ഷം തരത്തിലുള്ള ജീവികളിൽ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് മാത്രമേ ഈ സാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ്? തിരിച്ചറിവ് ഇതിന് മാത്രമേ ഉള്ളൂ. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് തിരിച്ചറിവുള്ളത്. മറ്റതൊക്കെ തിരിച്ചറിവില്ലേ എന്ന് ചോദിച്ചാൽ അതിനുമൊക്കെ ജീവസന്ധാരണത്തിന് ആവശ്യമായ തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള തിരിച്ചറിവ് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അത്
നാം ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. എങ്ങനെ നഷ്ടപ്പെടുന്നത്? ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനായി ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. ഞാൻ ആ ശിവം, ആ മംഗളസ്വരൂപം എന്നിലെ ഞാനല്ല. ഞാനിൽ നിന്ന് നിങ്ങളെ പിഴുതുമാറ്റണം. മാറ്റാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമായിരിക്കും, പക്ഷെ നിസ്സാരമായിട്ട് മാറാവുന്നേ ഉള്ളൂ. എങ്ങനെ? തിരിച്ചറിവിലൂടെ. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ മാത്രമുള്ള ലിമിറ്റഡായി. അതല്ല നിങ്ങൾ. പിന്നെ ആരാ? ഈ ശരീരത്തിൽ കൂടിയും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയായ ആ സച്ചിദാനന്ദ സ്വരൂപം. അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ. അപ്പോൾ നിങ്ങളുടെ നില ഈ ശരീരത്തിനകത്ത് എന്താണ്? നാമം രൂപം ഇട്ടു നിൽക്കുന്ന ഗോമതിയാണോ നിങ്ങൾ? കുട്ടപ്പനാണോ നിങ്ങൾ? അല്ല. ഔസേപ്പാണോ നിങ്ങൾ? ബഷീറാണോ നിങ്ങൾ? അല്ല. പിന്നെ നാമരൂപരഹിതമായ സർവാന്തര്യാമിയായ സർവേശ്വരൻ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം. ഈശ്വരനുണ്ടോ നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം, ഉണ്ട്. എങ്ങനെയാ ഉണ്ട് എന്ന് പറയുന്നത്? എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്? ഞാൻ എന്നിലെ നാമരൂപധാരിയായ ഞാനല്ല, ഞാൻ എന്നിലെ നാമരൂപരഹിതമായ എന്നിലെ താൻ. ആ താനാണ് സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാം, ഈശ്വരനുണ്ട്. എന്തുകൊണ്ട്? ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ, എന്നിലെ താൻ. ഞാൻ തന്നെയാണ് എന്നിലെ താൻ. ഞാൻ പ്രതിബിംബം, താൻ ബിംബം. തന്നിലെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരൻ തന്നെയാണ്. ആ അറിവിലേക്ക് ഉണർന്നവനാണ് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാകും. ആ ഈശ്വരൻ തന്നെയാണ്, ആ ആത്മചൈതന്യം തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മം, നിരാകാര സ്വരൂപം. ഇപ്പോൾ ഈശ്വര സ്വരൂപത്തിലാകുമ്പോൾ സാകാര സ്വരൂപം, മായയോടുകൂടിയ അവസ്ഥയിൽ ഈശ്വര സ്വരൂപമായിട്ടിരിക്കുന്നു. മായാരഹിതമായി നിരാകാര അവസ്ഥയിലിരിക്കുമ്പോൾ ബ്രഹ്മം. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ശ്രദ്ധയെ. ഒരിക്കൽ ബുദ്ധനെ കാണാനായിട്ട്, അല്ല, ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ സരിപുത്രൻ, അദ്ദേഹം ബുദ്ധൻ്റെ സമീപത്തെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയെപ്പോലെ ആയിത്തീരണം. അദ്ദേഹം മഹാജ്ഞാനിയാണ്, ബുദ്ധനോടൊപ്പം കഴിഞ്ഞ് ജ്ഞാനം നേടിയ ആളാണ്. പക്ഷേ അദ്ദേഹം യുവാവായിരുന്നപ്പോൾ ബുദ്ധനെ കണ്ടപ്പോൾ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത്, എനിക്ക് അങ്ങയെപ്പോലെ ആയിത്തീരണം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എന്നെപ്പോലെ ആയിത്തീരാൻ ശ്രമിക്കരുത്. എന്നെപ്പോലെ ആയിത്തീരാൻ ശ്രമിച്ചാൽ നിനക്കതാകാൻ കഴിയുകയില്ല. നീ ആ ചിന്ത ഉപേക്ഷിച്ചേക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും സരിപുത്രൻ ആ ചിന്ത ഉപേക്ഷിക്കാതെ തന്നെ ബുദ്ധനോടൊപ്പം കഴിഞ്ഞു. ദീർഘകാലം ബുദ്ധനോടൊപ്പം കഴിഞ്ഞ് സാധനകൾ അനുഷ്ഠിച്ചു. എങ്കിലും സരിപുത്രന് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകാത്തത് കൊണ്ട് ബുദ്ധൻ ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതുവരെയും എന്നെപ്പോലെ ആയിത്തീരണം എന്ന ചിന്ത ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? സരിപുത്രൻ ചിരിച്ചേ ഉള്ളൂ.
എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, നീ ആ ചിന്ത ഉപേക്ഷിക്കണം. ആ ചിന്തയാണ് നിനക്ക് ഉയരാൻ കഴിയാത്തതിന് തടസ്സമായിരിക്കുന്നത് എന്ന് പറഞ്ഞ നിമിഷം സരിപുത്രൻ എന്ന് പറയുന്ന ആ യുവാവ് ആ ചിന്ത ഉപേക്ഷിച്ചു. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് സാക്ഷാത്കാരം കിട്ടുകയും ചെയ്തു. അതുപോലെ തെറ്റായ തരത്തിലുള്ള ചിന്ത പോലെ തന്നെയാണ് ബുദ്ധനോടൊപ്പം നടന്ന ആനന്ദൻ്റെ അവസ്ഥയും. ബുദ്ധൻ്റെ വല്യച്ഛൻ്റെ മകനാണ് ആനന്ദൻ. ബുദ്ധനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ബുദ്ധനോടൊപ്പം എത്ര കാലം കഴിഞ്ഞിട്ടും ആനന്ദന് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല. എത്രയോ ആളുകൾ ബുദ്ധനോടൊപ്പം കഴിഞ്ഞു. ആനന്ദൻ്റെ മുൻപിൽ കൂടി തന്നെ അവരെല്ലാം സാക്ഷാത്കാരം നേടിയവരായിട്ട് കടന്നുപോയി. അപ്പോഴെല്ലാം ആനന്ദൻ ബുദ്ധനോട് ചോദിക്കുന്നു, അങ്ങയോടൊപ്പം കഴിയുന്ന എത്രയോ ആളുകൾ സാക്ഷാത്കാരം നേടി, പക്ഷേ എനിക്ക് മാത്രം നേടാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആനന്ദനോട് പറഞ്ഞു, നീ എന്നിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആ ബന്ധുത്വം ഉപേക്ഷിച്ചിട്ടില്ല. വല്യച്ഛൻ്റെ മകനാണ് എന്നുള്ള ആ ബന്ധുത്വം നീ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് നിൻ്റെ തടസ്സ കാരണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശരീരം വെടിയുന്ന നിമിഷം നിനക്ക് സാക്ഷാത്കാരം കിട്ടും. അതുപോലെ തന്നെ ബുദ്ധൻ ശരീരം വെടിഞ്ഞ നിമിഷം ആനന്ദന് സാക്ഷാത്കാരം കിട്ടി. അപ്പോൾ ഏത് തരത്തിലുള്ള ഭാവമാണോ നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച പുരോഗതിയാണ് നമുക്കുണ്ടാകുന്നത്. ഈ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ, നാമരൂപരഹിതമായ എന്നിലെ താൻ, ആ സർവേശ്വര ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന അറിവിലേക്ക് ആരാണോ ഉണർന്ന് സദാ ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, സദാ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ നിങ്ങൾ തുടർന്നുകൊള്ളൂ. ഈ താൻ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധരേതാത്മനാത്മാനം. ആ മന്ത്രം എനിക്കറിയാം സ്വാമി, ആ ശ്ലോകം കാണാതെ അറിയാം. എന്തു പ്രയോജനം കാണാതെ അറിഞ്ഞിട്ട്? ഉദ്ധരേത് ആത്മനാത്മാനം എന്ന ശ്ലോകം കാണാതെ പഠിച്ചു വെച്ചാൽ പ്രയോജനമുണ്ടോ? ഇല്ല. നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഉദ്ധരിപ്പിച്ചിട്ടുണ്ടോ? എവിടുന്ന്? നിങ്ങളിലെ ഞാനിൽ നിന്ന്, നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായ നിങ്ങളിലെ താനിലേക്ക്, നിങ്ങളിലെ യഥാർത്ഥ ഞാനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തിയിട്ടുണ്ടോ? അതാണ് പറയുന്നത്, ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. യോ യശ്രദ്ധഃ സ ഏവ സഃ. ഇത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ നിരന്തരമായിട്ട് ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്താത്തിടത്തോളം കാലം ഇവിടെ വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ ഉയർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ആലോചിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തഛിദ്രം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയാണോ നിങ്ങളിലെ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ തരത്തിൽ തന്നെ നിങ്ങളിലെ ഞാൻ ജീവിച്ചു കൊള്ളട്ടെ. വിട്ടേക്കൂ. ഞാനിനെ നിങ്ങൾ കടും പിടുത്തത്തിലൂടെ മാറ്റാൻ ശ്രമിക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് ഭാവന ചെയ്യാമല്ലോ.
ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, ഈ ശരീരത്തിൽ കൂടിയും എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ഭാവന ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്കുണ്ടോ? ഭർത്താവ് തടസ്സമാണോ? മക്കൾ തടസ്സമാണോ? ഭാര്യ തടസ്സമാണോ? വീട്ടിലെ ദാരിദ്ര്യം തടസ്സമാണോ? ജാതി തടസ്സമാണോ? മതം തടസ്സമാണോ? ഒന്നും തടസ്സമല്ല. നിങ്ങൾ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, ഈ പരമസത്യം എല്ലാവർക്കും ഒരുപോലെയാണ്. പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ പട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ? തിരിച്ചറിവുള്ള മനുഷ്യർക്ക് മാത്രമേ ഇതിനെ തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ അവസരത്തെ പാഴാക്കി കളയരുത്. ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ടാണ് സന്യാസോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം, സ്വസ്വരൂപാനുസന്ധാന വ്യതിരിക്ത അന്യശാസ്ത്രാഭ്യാസ ഉഷ്ട്രകുങ്കുമ ഭാരവത് വ്യർത്ഥ. സ്വസ്വരൂപാനുസന്ധാന വ്യതിരിക്തത. എന്താ സ്വസ്വരൂപം? എന്നിലെ താൻ, നോട്ട് ഞാൻ. തന്നെക്കുറിച്ച് ബോധവാനായി തന്നിലെ താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ നില, നിങ്ങൾ ആരാണ്? ഈശ്വരൻ തന്നെ. അതുകൊണ്ടാണ് സാമവേദം ഛാന്തോക്യോപനിഷത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് തത് ത്വമസി. അത് നീയാവും. ഏതൊന്നിനെയാണോ എല്ലാ വേദങ്ങളും ഈശ്വരനും ഉദ്ഘോഷിക്കുന്നത്, ആ പരമസത്യമെന്ന് ഉദ്ഘോഷിക്കുന്നത്, അത് നീയാകുന്നു. ആ മനസ്സിലായോ? ആ നീ എന്ന് പറയുന്നതിലെ അർത്ഥം നിന്നിലെ യഥാർത്ഥ ഞാൻ. ഇപ്പോൾ നിങ്ങൾ ഏത് ഞാനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ഞാനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ഞാനായിട്ടിരിക്കുകയാണ്, നോട്ട് ഒറിജിനൽ ഞാൻ. നിങ്ങൾ ഗോമതിയാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആ ഗോമതി ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ ആരാണ്? നാമരൂപരഹിതമായ നിന്നിലെ താൻ. സ്വാമി ദുർഗാനന്ദ സരസ്വതി എന്ന് പറയുന്ന നാമരൂപധാരി ഡ്യൂപ്ലിക്കേറ്റാണ്. ദുർഗാനന്ദ സരസ്വതിയിലെ യഥാർത്ഥ സ്വരൂപം എന്താണ്? തന്നിലെ താൻ. അത് ദുർഗാനന്ദ സരസ്വതി അല്ല. എന്തുകൊണ്ട്? അതിന് നാമവുമില്ല, രൂപവുമില്ല. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ താൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ നാമരൂപരഹിതമായ ചൈതന്യം. അതാണ് ഭഗവത്ഗീത പറയുന്നത്, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ പരമേശ്വര ചൈതന്യം. അതിനെക്കുറിച്ച് ഈ ജീവിതത്തിൽ ബോധവാനായി ഏതൊരാൾക്കാണോ അതിലേക്ക് ശ്രദ്ധ ഉണരുന്നത്, ആ ഉണർവ് നില വിടാതെ ആരാണോ സദാ തന്നിൽ നിലനിർത്തുന്നത്. എങ്ങനെയാണ് നിലനിർത്തുന്നത്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഞാൻ വസന്തയോ ഗോമതിയോ വസുമതിയോ അല്ല. നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം, ആ ഈശ്വര സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ. അത് എന്നിൽ മാത്രമല്ല, എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം. ഐ എം ദാറ്റ്. ഈ തരത്തിലുള്ള
ഒരു പ്രഖ്യാപനം നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും എന്നാണോ ഉണ്ടാകുന്നത് അന്നാണ് നിങ്ങളെ ഉദ്ധരിപ്പിക്കുന്നത്. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ ഉദ്ധരിപ്പിക്കൽ, ഇതാണ് ഉദ്ധരിപ്പിക്കൽ. അതിനൊരു തടസ്സവുമില്ല. ആരുടെയും അനുവാദം വാങ്ങിക്കണ്ട. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് സ്വാമി ചെയ്യാം. പിന്നെ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിക്കുന്നത് ഇത് അപ്പനാപ്പന കാര്യം. മരണസമയത്ത് ഈ ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത, അവസാന കാലത്ത് മരിക്കാൻ പോകുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പെട്ടെന്ന് ആശുപത്രി കൊണ്ടു ഒരു പെടച്ചിൽ ആശുപത്രി കൊണ്ടുപോയി ICU കയറ്റി നമ്മൾ അവസാനം പുറത്തിറക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഇന്നലെ അവരെ ഓടിച്ചാടി നടന്ന പാർട്ടി ഇന്നിതാ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാവം നിങ്ങളിലുണ്ടെങ്കിൽ, ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്നിലെ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിൽ ഈ ശരീരബോധമില്ലാതിരിക്കുന്ന ആ അശരീരി, ശരീരമില്ലാതിരിക്കുന്ന തന്നിലെ താൻ, അതാണ് അശരീരി. ശരീരമില്ലാതിരിക്കുന്ന വസ്തു. എന്നിലെ താനിന് ശരീരമില്ല, എന്നിലെ ഞാനിനാണ് ശരീരം. എന്നിലെ താൻ ശരീരമില്ലാത്ത വസ്തു, അശരീരി. അപ്പോൾ ആ കിടക്കുന്ന അവസരത്തിൽ ഈ ഭാവം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ, ഉണ്ടെങ്കിൽ ആ അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവൻ പോകുന്നത് എങ്കിൽ, ആ ഭാവം നിങ്ങളിൽ ഉള്ളപ്പോഴാണ് ജീവൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പുനർജന്മമില്ല. പുനർജന്മമുണ്ടോ? ഇല്ലാത്തവരെല്ലാം പുനർജനിക്കും. ഇല്ലാത്തവരുടെ ചിന്ത എന്തോ ആണ്? അവസാന കാലത്തെ ചിന്ത പല തരത്തിലുള്ള ചിന്തകളായിരിക്കും. ഏതെല്ലാം തരത്തിലുള്ള വാസനകളാണോ നമ്മുടെ ഉള്ളിൽ ഉള്ളത്, ആ വാസനകളെല്ലാം ഒരു സ്ക്രീനിൽ എന്നതുപോലെ അവസാന സമയത്ത് നമ്മൾ കിടക്കുന്ന കിടപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓ, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഒരു സിനിമാ സ്ക്രീനിൽ എന്നതുപോലെ നമ്മുടെ മുമ്പിൽ കൂടി നമ്മുടെ കർമ്മ ഭാണ്ഡം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് നോവുണ്ടാകുന്നത്. കണ്ണിൽ കൂടി ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കും. ഒന്നും പറയാൻ കഴിയില്ല, ശബ്ദവുമില്ല. അവസാനമായി അവർക്കെല്ലാം പുനർജന്മമുണ്ട്, എല്ലാവർക്കും പുനർജന്മമുണ്ട്. എന്നാൽ മരണസമയത്ത് ഏതൊരാളിൻ്റെ മനസ്സിലാണോ, ഭാവത്തിലാണോ, പ്രജ്ഞയിലാണോ തന്നിലെ താൻ പ്രകാശിച്ചു നിൽക്കുന്നത്, തന്നിലെ താൻ ആ അവസരത്തിൽ പ്രകാശിച്ചു നിൽക്കണമെങ്കിൽ ആവുന്ന കാലത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഭാവത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനാണ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് സദാസമയം ശിവോഹം, ശിവം, ആ മംഗളസ്വരൂപം, തന്നിലെ താൻ, ഇത് മനസ്സിലാക്കി ബോധത്തിൽ തിരിച്ചറിഞ്ഞ് ബോധപൂർവം ആ ശിവോഹം എന്ന നാമം ഉരുവിട്ടാൽ മാത്രം മതി. പക്ഷേ ശിവോഹം എന്ന നാമം ഉരുവിടുന്നതിന് മുൻപ് ആ ശിവോഹത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും ഗ്രഹിച്ചിരിക്കണം. ഐ ആം ദാറ്റ് ശിവം, നോട്ട് ദിസ് ശവം. അല്ലേ? ശവമാകാൻ പോകുന്ന ഈ ശരീരമല്ല ഞാൻ, ഈ ശവമാകാൻ പോകുന്ന ശരീരത്തിനകത്തിരിക്കുന്ന ആ ശിവസ്വരൂപം, ആ മംഗളസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടണം. അതിനാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അഭ്യാസ യോഗയുക്തേന ചേതസ ന അന്യഗാമിന. ഇത് ശ്രദ്ധാവാൻ ഏതൊരാളാണോ ഇതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉണർത്തിയിട്ടുള്ളത്,
ആ ശിവം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ ശിവം ശിവം ശിവം. ശിവമെന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കണം. ഒന്നും ഭാവന ചെയ്യേണ്ട, ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ? കേട്ട് ആ ശിവമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഭാവം നിങ്ങളിൽ സ്വയം പ്രകാശിക്കും. ശിവം എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം ശിവം, മംഗളസ്വരൂപം ശിവം ശിവം ശിവം. ശിവമെന്ന് പറയുമ്പോൾ ആ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന മറ്റേ പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്, ഓർമ്മ വേണം. ശിവം മംഗളസ്വരൂപം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സത്യസ്വരൂപം, ചൈതന്യ സ്വരൂപം. അതാണ് നമ്മുടെയും ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് തന്നിലെ താൻ എന്ന് ബോധിച്ച് സദാസമയത്തും നിങ്ങളുടെ ശ്രദ്ധ ആ താൻ ഭാവത്തിൽ തന്നെ നിൽക്കാനായിട്ട് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. ഉപനിഷത്തിൽ പറയുന്നു ശ്രദ്ധയുള്ളവൻ മാത്രമേ അതിൽ ബലമുള്ളവനായിത്തീരൂ. ഇത് കേട്ടതുകൊണ്ട് മാത്രമല്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ പോയി, നിങ്ങൾ പോയി കഴിഞ്ഞാൽ പോയി, എല്ലാം പോയി. പക്ഷേ ഈ ഭാവം ആരാണോ സദാസമയവും തൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് മാത്രമേ. ഭഗവത്ഗീതയിൽ പറയുന്നു, ധ്യാനയോഗത്തിൽ പറയുന്നു, 6-ാമത്തെ അധ്യായത്തിൽ, യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി. യോ മാം പശ്യതി സർവത്ര, എന്നെ നിങ്ങൾ എല്ലാ സ്ഥലത്തും കാണുകയാണെങ്കിൽ. എങ്ങനെയാണ് കാണുന്നത്? എന്നെ നിങ്ങളിൽ കാണുന്നുണ്ടോ? ഈ ഭഗവാൻ പറയുന്ന ശ്രീകൃഷ്ണനെ നിങ്ങളിൽ കാണുന്നുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളിലെ ആത്മചൈതന്യമായിട്ട്, നിങ്ങളിലെ താൻ ഭാവത്തിൽ ഇരിക്കുന്നത് ആ കൃഷ്ണൻ. എന്തുകൊണ്ടാണ് ആ കൃഷ്ണൻ പറയുന്നത് അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആത്മചൈതന്യമാകുന്നു. അല്ലാതെ നാമരൂപധാരിയായ കൃഷ്ണനല്ല ഞാൻ നാമരൂപരഹിതമായ ആത്മചൈതന്യം. ആ ആത്മചൈതന്യമാണ് സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അങ്ങനെ ആരാണോ എന്നെ തിരിച്ചറിഞ്ഞ്, അതാണ് പറയുന്നത് യോ മാം പശ്യതി സർവത്ര, അങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവരിലും, പട്ടിയിലും പൂച്ചയിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എന്നിലെ താൻ, അവനിലെയും താൻ, അവളിലെയും താൻ. എന്നിലെ താൻ തന്നെയാണ് എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്നത്. സൂത്രേ മണിഗണായിവ, അനവധി മുത്തുമണികൾക്ക് നടുവിൽ കൂടി ഏതു പ്രകാരമാണോ ഒരു ചരട് കടന്നു പോകുന്നത്, അതുപോലെ എന്നിലെ ആത്മചൈതന്യം തന്നെയാണ് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സൂത്രാത്മാവ്, സൂത്രമാകുന്ന ആത്മാവ്. ചരടായിട്ട് സങ്കല്പിച്ച് അതിനെ സൂത്രാത്മാവ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മത്തഃ പരതരം അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. അവിടെയും എന്നിൽ നിന്ന് എന്ന് പറഞ്ഞതിൽ ആ ഞാൻ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓരോരുത്തരിൽ കൂടിയും കടന്നു പോകുന്ന ആ സൂത്രം, ആത്മസൂത്രം. അതാണ് മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ, എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. മയി സർവമിതം പ്രോതം, എല്ലാം എന്നിൽ തന്നെയാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്.
ഞാനാകുന്ന ചരട് എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി കടന്നുപോയി എല്ലാത്തിനെയും കോർത്തിണക്കി നിർത്തിയിരിക്കുന്നു. ഈ വിശ്വത്തെ മുഴുവനും, ഈ പ്രപഞ്ചത്തിലുള്ള, ഈ അണ്ഡകടാഹത്തിലുള്ള സർവ്വതിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം, ആത്മസൂത്രം, അത് തന്നെയാണ് എൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, ഹിന്ദുവിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, മുസൽമാൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്, സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. അത് ജാതി മത ഭേദരഹിതമാണ്. അതിന് ജാതിയില്ല, മതമില്ല. അതാണ് ഭാരതത്തിലെ തത്വശാസ്ത്രം. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഹിന്ദുവിന് വേണ്ടി മാത്രമുള്ളതല്ല, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇത് നമ്മുടെ അറിവായിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ അറിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നോക്കൂ, എന്താ മോക്ഷമാർഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി ഞാൻ ആ താനാണ് എന്ന ബോധത്തിൽ ശിവം, ആ താൻ തന്നെയാണ് ശിവം. എളുപ്പവഴി എന്താണ്? ആ ശിവം, ശിവോഹം ശിവോഹം ശിവ അഹം ശിവം, ആ മംഗളസ്വരൂപമാണ് ഞാൻ, എന്നിലെ താൻ ആണ്, എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവം നിങ്ങളിൽ സദാ സ്ഫുരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ലളിതമായ മന്ത്രമാണ് ശിവോഹം 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 ശിവം, മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപം ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? ശവം. അതിരിക്കുമ്പോൾ ശിവം. അത് ഹിന്ദുവിൻ്റെ ഉള്ളിലിരുന്നാലും ശിവം, ക്രിസ്ത്യാനിയുടെ ഉള്ളിലിരുന്നാലും ശിവം, മുസൽമാൻ്റെ ഉള്ളിലിരുന്നാലും ശിവം, മംഗളസ്വരൂപം. ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ നിന്ന് ആ ശിവം പിരിഞ്ഞാൽ ശവം, മുസൽമാൻ്റെ ഉള്ളിൽ നിന്ന് പിരിഞ്ഞാൽ ശവം. അവരതിനെ മയ്യത്ത് എന്നാണ് പറയുന്നത്. ഹിന്ദുവിൻ്റെ ഉള്ളിൽ നിന്ന് പിരിഞ്ഞാൽ ശവം. അത് പിരിയുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ ശരീരമല്ല, നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, ഈ ദേഹമല്ല ഞാൻ, പിന്നെ ആരാ? ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി. ദേഹത്തിലിരിക്കുന്നത് കൊണ്ടാണ് ആ ശിവത്തിന് ദേഹി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. എന്നിലെ താൻ. ഭഗവത്ഗീതയിൽ പറയും ദേഹി നിത്യം അവധ്യോയം. ദേഹി നിത്യം, അതിന് മരണമില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ വസ്തു. നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത, സർവരുടെയും ദേഹത്തിലിരിക്കുന്ന ആ ദേഹി. അതാണ് തന്നിലെ താൻ എന്ന് ബോധവാനായി ബോധിച്ച് ആ അറിവ് നിലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തണം. ഈ 100ാമത്തെ പ്രഭാഷണത്തിൽ അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ അവസ്ഥ മരണം വരെ, മരണസമയം വരെ തുടരാൻ തക്കവണ്ണമുള്ള ഒരു അറിവ് നില നിങ്ങൾ ഓരോരുത്തരും സ്വയം ആർജിച്ചെടുക്കണം. സ്വയം ആർജിച്ചെടുക്കണം, വിചാരിച്ചുണ്ടാക്കിയെടുക്കണം. ഇത് കളഞ്ഞിട്ട് പോകരുത്. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ ചിന്ത അങ്ങ് പോകരുത്. ഞാനെന്ന് പറയുന്നത് ആ ശിവം, മംഗളസ്വരൂപം, ശിവം 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 ശിവോഹം ശിവോഹം ശിവോഹം. എപ്പോഴും ആ മന്ത്രം നമ്മുടെ നാവിൽ തത്തിക്കളിക്കാൻ ഇടവരട്ടെ. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഭാവത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾ നൂറാമത്തിൻ്റെതായിട്ടുള്ള അല്പം മധുരം കൊണ്ട് ഇത് കഴിച്ചിട്ട് പോകും.